ഹലോ ഗൈസ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഫസിക്ക് ഇന്ന് നമുക്ക് ചെറിയൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയമ്മനോട് ബായും പറഞ്ഞ് നേരെ കടയിലേക്ക് പോവുകയാണ്. ഫസി കുറച്ച് ദിവസമായി എനിക്ക് മുട്ടമാല ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സർപ്രൈസിങ് ആയിട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീടെത്തി ഫസിനോട് കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഫസി നേരെ കിച്ചണിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കിച്ചണിലേക്ക് പോയി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ 2 മുട്ട എടുത്ത് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് മാറ്റി വെച്ച് അതിൻ്റെ മഞ്ഞക്കരും വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ മാറ്റി വെച്ച മുട്ടൻ്റെ വെള്ളയിലേക്ക് ശകലം ഏലക്കായും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. ഫസി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ്. എന്നിട്ട് ഒരു പ്ലേറ്റ് കൊടുത്ത് അതിലേക്ക് നെയ്യും പുരട്ടി ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നമ്മുടെ മിക്സ്ചർ എടുത്ത് അതിലേക്ക് ഒഴിച്ച് മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച മുട്ടൻ്റെ മഞ്ഞക്കരു കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി ഇതേപോലെ 10 രൂപൻ്റെ ബോട്ടലിലും ഒഴിച്ചു വെക്കുക. പിന്നെ ബോട്ടലിന്റെ മൂടിയിൽ ഹോൾ ഇടാൻ മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടമാല ഉണ്ടാക്കാം. ആദ്യം തന്നെ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കായും ഇട്ട് നല്ലോണം തിളപ്പിക്കുക. ഇനി നമ്മുടെ മെയിൻ സാധനം എടുത്ത് ആ വെള്ളത്തിലേക്ക് നൂഡിൽസിന്റെ രൂപത്തിൽ വട്ടത്തിലാക്കി എടുക്കണേ. അതുമാത്രമല്ല, ഈ മുട്ടമാല ഏത് ജില്ലക്കാരുടെ സ്വന്തമാണെന്ന് കമന്റ് ബോക്സിൽ പറയണേ. അപ്പൊ നമ്മുടെ മുട്ടമാലിന്റെ ഫൈനൽ ലുക്ക് കാണുന്നതിന് മുമ്പ് ഒരു കിടിലൻ ചായയും കൂടെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഫസി ഉണ്ടാക്കിയ മുട്ടമാലിന്റെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. അങ്ങനെ നമ്മുടെ വീട്ടിലെ വല്യമ്മയ്ക്കും കൊടുത്ത് ഞങ്ങളും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പറയണത് കൊണ്ട് ഒന്നും തോന്നരുത്, നല്ല കിടിലൻ സാധനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നെ കാണാം.